നീ പൊടി. നീ പോടാ. നീ പൊടി. നീ പൊടി. ഏയ് റൗഡി, എന്റെ റൂമിൽ എന്താ ചെയ്യുന്നത്? എടി ഫ്രാഡേ, അത് ഞാനാ ചോദിക്കണ്ടേ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ആദ്യം നീ ഇവിടുന്ന് പോ. നീ ആദ്യം പൊടി. എന്റെ റൂമിൽ വന്ന് എന്നെ പുറത്ത് പോകാൻ പറയുന്നു. അമ്മേ, എടി, നീ എന്നെ ആയിരിക്കുമല്ലേ? ഇറങ്ങി പൊടി. എടി പോവാൻ. ഇറങ്ങി പൊടി ഇവിടുന്ന്. നീ എന്നെ അടിക്കൂല. എന്താ മീനു, എന്താ പറ്റിയത്? എന്താ സാർ, എന്താ പറ്റിയത്? ഈ റൗഡി എന്റെ മുറിയിൽ കയറി വന്ന് ശല്യം ചെയ്യുന്നു. സോറി വിജയ്, എന്തിനെങ്ങനെ റൗഡി എന്നൊക്കെ പറയുന്നത്? സോറി പറ. സോറി പറയാൻ. സോറി പറ. ചേട്ടാ, ഇവരാണ് വിജയ്. ഇന്ത്യയിൽ നിന്ന് വന്ന ഗസ്റ്റാണ്. അവരിവിടെയാണ് താമസിക്കാൻ പോകുന്നത്. നമ്മളെ കുറിച്ച് എന്താ ധരിക്കുക? സോറി പറ. സോറി. സോറി പറ. സോറി. നല്ലതുപോലെ പറ മീനു. സോറി സോറി സോറി. ദാറ്റ്സ് ഗുഡ്. മിസ്റ്റർ വിജയ്, ഇത് ആരാണെന്ന് അറിയാമോ? എന്റെ ഒരു സിസ്റ്റർ മീനാക്ഷി. മീനു. സോറി വിജയ്, മീനു നല്ല കുട്ടിയാ. പക്ഷേ അവളുടെ ചേട്ടനാണ് അവളെ ഓമനിച്ച് വളർത്തിയത്. സോറി വിജയ്, ഈ പ്രശ്നത്തിന് കാരണം ഞാനാ. കറക്റ്റ് 8 മണിക്ക് ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. കടിച്ചത് ഏറ്റിട്ടുണ്ടോ? ഓ ഇല്ല സാർ, സാരമില്ല. ഇല്ലെങ്കിൽ ഒരു കടി തിരിച്ചു കൊടുത്താ പോരെ? ഞാൻ വെജിറ്റേറിയനാ സാർ, എനിക്ക് ശീലമൊന്നുമില്ല, അതാ. Don't worry മീനു, ഞങ്ങളുടെ റൂമിൽ വന്ന് താമസിച്ചോളൂ. ഓക്കേ? Great insult. Very great insult. ഒരു പെണ്ണ് കിച്ചടി വരുന്ന ഇത്ര വലിയ കുറ്റമായിട്ട് കാണണോ? നീ എന്തിനാ രസം പോലെ കൊതിക്കുന്നത്? നിനക്ക് എന്താ പറ്റും? ഇതുവരെ ഞാൻ ആരുടെ അടുത്തെങ്കിലും സോറി ചോദിച്ചിട്ടുണ്ടോ? നീ സാരി ഉടുത്ത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ആ വിജയനെ എന്ത് ചെയ്യാൻ പോണെന്ന് നോക്ക്. അവര് സാരി ഉടുപ്പിച്ചു തരാമെന്ന് പറഞ്ഞോ? ആ വിജയ് വെജിറ്റേറിയൻ എന്നല്ലേ പറഞ്ഞ? അതുകൊണ്ട് തന്നെ എന്നെ കട്ട് ചെയ്ത് മനുഷ്യ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാൻ പോണോ? പക്ഷെ നിന്നെ പോലെ ചാടുന്ന ഒരു തവളയെ കട്ട് ചെയ്ത് അതില് സൂപ്പ് ഉണ്ടാക്കി വെജിറ്റേറിയൻ സൂപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പോണോ? തവള. ഓഹോ, ഇതാണല്ലേ തവള. ഈ തവളയിൽ ഒരു സൂപ്പ് ഉണ്ടാക്കി വിജയന് കൊടുത്താ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഇരിക്കാനാ? പാസ്പോർട്ടും എയർപോർട്ടും ഇതൊന്നും ഇല്ലാതെ തവള സൂപ്പ് കുടിച്ചിട്ട് തവള ചാടുന്ന പോലെ ചാടി ഇന്ത്യയിലോട്ട് പൊക്കോളും. വിജയ്, ഇപ്പൊ കൈയുടെ വേദന എങ്ങനെയുണ്ട്? മീനു, ഒന്ന് ചെയ്യേ. ഈ കയ്യിൽ കൂടി കടിച്ചാൽ വേദനയെല്ലാം ഒന്ന് ബാലൻസ് ആയ. ഇതെന്താ വിജയ്ക്ക് സൂപ്പ് കൊടുക്കുന്നില്ലേ? വിജയ് വെജിറ്റേറിയൻ അല്ലേ, മിക്സ് ആകാൻ പാടില്ല എന്ന് സ്പെഷ്യൽ ആയിട്ട് വെജിറ്റേറിയൻ സൂപ്പ് അകത്ത് വെച്ചിട്ടുണ്ട്. കൊണ്ടുവരാം. വെരി ഗുഡ്, വെരി ഗുഡ്. മിസ്റ്റർ വിജയ്, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എന്റെ കുടുംബം വലിയ കൂട്ടുകുടുംബം. ഈസ് ഇറ്റ്? ഈ കാലത്തും ജോയിന്റ് ഫാമിലിയോ? കേൾക്കുമ്പോ തന്നെ സന്തോഷം തോന്നുന്നു. അല്ല, ആരെ കൊണ്ടെന്നാ പറഞ്ഞത്? എന്റെ അച്ഛൻ, 2 ചേട്ടന്മാര്, ഏടത്തികൾ, ഏട്ടന്റെ മക്കള്, എന്റെ ചേച്ചി, മൊത്തം 10 പേര്. 10 പേരോ? എന്റെ ഈശ്വര, അത് വീടാണോ ലേബർ കോളനിയാണോ? മീനു, ഒരുമാതിരി വിഡ്ഢികളെ പോലെ സംസാരിക്കരുത്. സോറി വിജയ്, അവൾ ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ സംസ്കാരം ഒന്നും അറിയില്ല. സോറി വിജയ്. സ്പെഷ്യൽ വെജിറ്റേറിയൻ സൂപ്പ് കുടിച്ചു നോക്ക്. സൂപ്പ്? അല്ല, ആരാ സൂപ്പ് ഉണ്ടാക്കിയത്? നീയാണോ? ഇന്ന് മേഡം സൂപ്പ് വെച്ചില്ല. സത്യത്തിൽ ഇന്ന് സൂപ്പ് വെച്ച ആരാന്ന് ചോദിച്ചാൽ ആരാ വെച്ചേ? എന്താ മീനു സൂപ്പ് വെച്ചെന്നാണ് ചോദിച്ചേ? മീനു സൂപ്പ് വെക്കില്ല, മീനുന് സൂപ്പ് വെക്കാൻ അറിയില്ല. മീനു സൂപ്പ് വെച്ചാ കുടിക്കും അല്ലേ മീനു? എന്താ തവള സൂപ്പ് സൂപ്പ് തിളയ്ക്കുന്നു. തവള ചാടുന്നു. അയ്യോ, അല്ല തവള തിളയ്ക്കുന്നു, സൂപ്പ് ചാടുന്നാ പറഞ്ഞത്. അയ്യോ മീനു, അടുത്ത് വാ. അല്ല മീനു, മിണ്ടാതെ നിന്നില്ലെങ്കിൽ നിന്നെ സൂപ്പ് വെച്ച് കുടിക്കും ഞാൻ. ചാടുന്നെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയത്, അല്ലാതെ വേറെ ഞാൻ ഒന്നുമില്ല. സൂപ്പ് കുടിക്കും മീനു. സൂപ്പ് കുടിക്കേ. സ്പെഷ്യൽ സൂപ്പ് സൂപ്പർ അല്ലേ?
സാറേ ജ്യൂസ് റെഡി. എന്താടോ കാട്ടുപൂച്ച ഭയങ്കര എക്സസൈസ് ആണല്ലോ, വല്ല റെസ്ലിംഗിന് മത്സരിക്കാൻ വേണ്ടി പോവാണോ? ഈ ഭാഗത്ത് സാധാരണ വെള്ളക്കരടിയാണല്ലോ ഇറങ്ങുന്നത്, കാട്ടുപൂ. ഓ, മീനുവിനെയാണോ ഉദ്ദേശിച്ചത്? ആ കടി കിട്ടിയ ദേഷ്യം ഇതുവരെ തീർന്നില്ലല്ലേ? നീയാണിപ്പോ കടിക്കുന്നത്. വിഷമിക്കാതെ സാറേ, സാറിന് തിരിച്ച് കടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് ഇങ്ങനെ ഞൊടിച്ചാൽ അവളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിക്കും. അത് നടക്കില്ലടോ. നടക്കും സാർ. നടക്കില്ലടോ. പന്തയം വെക്കുന്നു. ശരി, ഒരു 100 ഫ്രാങ്ക്സ്. എന്നാ ഒരു 200 ഫ്രാങ്ക്സ് ആയിക്കോട്ടെ. എനിക്ക് ഒന്നാമതെ തലകീട്ടിനും കടം സാർ, ഒരു റൗണ്ട് ആയിക്കോട്ടെ എന്ന് ഓർത്താ. ശരി, ഓക്കെ. സാറേ, എന്റെ സാറ് ചെയ്യേണ്ടത് സാറിന്റെ കണ്ണട ഊരിട്ട് ഇതൊന്ന് വെച്ച് നോക്ക്. ഞാൻ എന്ത് ചോദിച്ചാലും കാണുന്നുണ്ട്, ഓക്കെ, സൂപ്പർ എന്ന് പറഞ്ഞാ മതി. അവള് നിങ്ങളുടെ മുന്നിൽ നിന്ന് നടുങ്ങും സാർ. കണ്ടോ മേഡം, ജ്യൂസേ. നിങ്ങളൊന്നും നോക്കാതെ ഇവിടെ നിന്ന് തുള്ളിക്കൊണ്ട് നിന്നു. അവിടെ ഒരു നിന്ന് വായി നോക്കുവാ. അതിനെന്താ, നോക്കുകയാണെങ്കിൽ നോക്കട്ടെ. കണ്ണട വെച്ചോണ്ടാ നോക്കുന്ന മീനു. കണ്ണട ഇട്ട് നോക്കുകയാണെങ്കിൽ എന്താ, നോക്കട്ടെ. അത് സാധാരണ കണ്ണാടിയല്ല. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് പടം കണ്ടോ? കണ്ടിട്ടുണ്ട്. അതിൽ നദിയാ വെച്ചിരിക്കുന്ന കണ്ണടയാ അത്. അകത്തുള്ളതെല്ലാം പുറത്ത് കാണാൻ പറ്റും. ഇന്നലെ രാത്രി ഞാൻ അതും വെച്ചോണ്ട് ടെറസിന്റെ മുകളിൽ കിടന്ന് നിലാവിനെ നോക്കുമായിരുന്നു. നിലാവിന് വസ്ത്രമില്ലായിരുന്നു. അയ്യോ, കള്ളം പറയണ്ട, അതൊക്കെ ചുമ്മാ. ആ, ഞാൻ നടന്ന കാര്യം പറഞ്ഞത്, നിനക്ക് വിശ്വാസമില്ലേ? സാറേ, എന്റെ ഈ വലത്തെ തൊടയിൽ മാങ്ങയുടെ സൈസിൽ ഒരു മറുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? സൂപ്പർ ആയിട്ട് കാണാം. ഇപ്പൊ വിശ്വാസമായില്ലേ മീനു? എന്റെ ഈ കറുത്ത കളറിന് മറുക് നന്നായിട്ട് കാണുന്നുണ്ട്. നിന്റെ ഈ കളറിന് ഞാനിപ്പോ എന്താ ചെയ്യാ? വെള്ളത്തിലോട്ടെടുത്ത് ചാട്. വെള്ളത്തിൽ ചാടിയാ കണ്ണാടിക്ക് പവറില്ല. അയ്യോ, തണുക്കും. തണുപ്പാണോ മാനമാണോ മുഖ്യം മീനു? മാനം തന്നെ പ്രധാനം. ആലോചിക്കാനൊന്നുമില്ല, എടുത്ത് ചാട്. വേഗം എടുത്ത് ചാട്, എന്നിട്ട് മാനം കാക്ക. മീനു കൈകെട്ടി വിറയ്ക്കുക, നടുങ്ങി വിറയ്ക്കുക. ഞാൻ പറഞ്ഞതുപോലെ മീനു കൈകെട്ടി നടുങ്ങുക. പന്തയത്തുക 200 എടുക്ക്. ഇന്നാ. അല്ല, എല്ലാം കാണാന്ന് പറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലല്ലോ ഇതില്. ഒന്നുമല്ലാത്ത ഈ കണ്ണട വെച്ചോണ്ട് എല്ലാം മനസ്സിലായ രീതിയിൽ അഭിനയിച്ചില്ലേ? അടിപൊളി അഭിനയമായിരുന്നു സാർ. എന്നെ രക്ഷിച്ചില്ലേ? എന്റെ കടമെല്ലാം തീർത്തിട്ട് വരാം.